റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോടികളുടെ അഴിമതി ആരോപണം നേരിടുന്ന നരേന്ദ്രനാഥ് വെല്ലൂരി IFSനെതിരായ അച്ചടക്ക നടപടിയിൽ 2.5 വർഷമായിട്ടും തീരുമാനമായില്ല. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മകൻ കെ ബിജു IAS വകുപ്പ് സെക്രട്ടറിയായ പൊതുഭരണ വകുപ്പാണ് അച്ചടക്ക നടപടി ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറാത്തത്. 2023 VP ജോയ് ചീഫ് സെക്രട്ടറിയായ സമയത്താണ് മന്ത്രി AK ശശീന്ദ്രൻ ഫയൽ അയച്ചത്. 2.5 വർഷത്തിനിടെ 188 തവണയാണ് ഈ ഫയൽ മൂവ് ചെയ്തത്. വിവരങ്ങളുമായി TV പ്രസാദ് നമുക്കൊപ്പം. TV പ്രസാദ്, ഈ ഫയലിന്റെ കാര്യത്തിൽ എന്താണ് ഒളിച്ചുകളി? നിറയെ ഒളിച്ചുകളികൾ തന്നെയാണ് സുജിയ ഇതിലുള്ളത്. 2022 ഡിസംബർ മാസം 31-നാണ് നരേന്ദ്രനാഥ് വെല്ലൂരിക്കെതിരായ അച്ചടക്ക നടപടിയുടെ ഫയൽ തുടങ്ങുന്നത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് നിരവധി ചീഫ് സെക്രട്ടറിമാർ വന്നു. അവരിൽ പലരും VP ജോയ് അടക്കമുള്ളവർ ഈ ഫയൽ കണ്ടിട്ടുമുണ്ട്. മാത്രമല്ല സുജിയ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, 2023 തന്നെ നരേന്ദ്രനാഥ് IFSന്റെ വകുപ്പ് മന്ത്രി ശശീന്ദ്രനാണ്. ശശീന്ദ്രൻ ആ ഫയൽ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് അത് മുഖ്യമന്ത്രിക്ക് പോവുക, അതിൽ നടപടിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ നടപടിയെടുക്കാതെ ഈ ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നു എന്നുള്ളതാണ് ഇത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2 വർഷവും 8 മാസവും 3 മാസം കൂടി കഴിഞ്ഞാൽ 3ാമത്തെ വർഷത്തിലേക്ക് ഈ ഫയൽ കടക്കുന്നു എന്നതാണ്. നരേന്ദ്രനാഥ് വെല്ലൂരി IFSനെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് സുജയ. കാരണം വൈദ്യുതി വകുപ്പിന് കീഴിലെ അനേർട്ടിന്റെ CEO ആണ് നരേന്ദ്രനാഥ് വെല്ലൂരി. നിലവിൽ ഒരുപാട് ടെൻഡർ അഴിമതി നേരിടുന്ന ഹൈഡൽ ടൂറിസത്തിന്റെ ഡയറക്ടർ കൂടിയാണ് ഈ നരേന്ദ്രനാഥ് വെല്ലൂരി. നരേന്ദ്രനാഥ് വെല്ലൂരിയുടെ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. കെ കൃഷ്ണൻകുട്ടിയുടെ മകൻ കെ ബിജു IAS ആണ് പൊതുഭരണ വകുപ്പിന്റെ സെക്രട്ടറിയായി കഴിഞ്ഞ 3 മാസത്തിലേറെയായി ചുമതല വഹിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം അച്ചടക്കത്തിനുള്ള ഒരു ഫയൽ വന്നു കഴിഞ്ഞാൽ പരമാവധി 1 മാസത്തിനകമെങ്കിലും മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്ക് ഇതെത്തേണ്ടതാണ്. അങ്ങനെ ഇരിക്കെയാണ് മുഖ്യമന്ത്രിക്ക് മാത്രം നടപടിയെടുക്കാൻ കഴിയുന്ന ഒരു ഫയൽ മുഖ്യമന്ത്രി കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ 188 തവണയാണ് ഈ ഫയൽ മൂവ് ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന വലിയ വാർത്ത തന്നെയാണ് അനേർട്ടിലെ അഴിമതിയൊപ്പം ഹൈഡൽ ടൂറിസം പദ്ധതിയിലെ അഴിമതി. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും ഇതുവരെയും നരേന്ദ്രനാഥ് വെല്ലൂരിക്കെതിരെ എടുക്കുന്നില്ല. പക്ഷെ ഗുരുതരമായ ഒരു കാര്യം, 2022 തന്നെ ഒരു ഫയൽ നരേന്ദ്രനാഥ് വെല്ലൂരിക്കെതിരായ അച്ചടക്ക നടപടിക്ക് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഒരു നടപടിയുമില്ലാതെ ആ ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് എന്നതാണ്. ഓരോ ദിവസവും ഫയൽ അദാലത്തിന്റെ പേരിൽ മീറ്റിംഗ് ചേരണമെന്ന കർശന നിർദ്ദേശം സെക്രട്ടേറിയറ്റ് ഉള്ളതാണ്. മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നതാണ് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. പക്ഷേ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തനായ IFS ഉദ്യോഗസ്ഥൻ നരേന്ദ്രനാഥ് വെല്ലൂരിക്കെതിരായ അച്ചടക്ക നടപടിയുടെ ഫയൽ 3 വർഷത്തോളമായി എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രിക്ക് മുന്നിലെത്താതെ തട്ടിക്കളിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് വലിയ പ്രധാനപ്പെട്ടതാണ് സുജയ. ഈ നിലവിലുള്ള സാഹചര്യം കഴിഞ്ഞ 3 മാസത്തിലേറെയായി നരേന്ദ്രനാഥ് വെല്ലൂരിയുടെ അച്ചടക്കത്തിന്റെ ഫയൽ പൂഴ്ത്തുന്നത് വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ മകൻ കെ ബിജു IAS വകുപ്പ് സെക്രട്ടറിയായ പൊതുഭരണ വകുപ്പിലാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം സുജയ. വിവരങ്ങൾ നൽകിയത് TV പ്രസാദാണ്.